Good afternoon. Good afternoon, dears. How are you? How do you feel? ഇത് തോന്നുന്നു ഉച്ച സമയത്ത് ഇങ്ങനെ ക്ലാസ്സിന് വന്നിരിക്കുന്നു. എന്താണ് തോന്നുന്നത് എല്ലാവർക്കും? സന്തോഷമാണോ? ആർ യു ഹാപ്പി ഓർ എക്സൈറ്റഡ് ഓർ സാഡ്? എന്താണ്? വാട്ട് ഡു യു ഫീൽ നൗ? എന്താ തോന്നുന്നത് എല്ലാവർക്കും? എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? ആണോ? മെഹറിൻ, ഷാഫി, സഫ്രാൻ എല്ലാവർക്കും എങ്ങനെയുണ്ട്? ഹാപ്പി ആയിട്ടാണോ എല്ലാവരും ഇരിക്കുന്നത്? ഫാത്തിമത്ത് കമരിയ സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? ഫാത്തിമത്ത് കമരിയ ഒരു നല്ല പെർഫെക്റ്റ് ടീച്ചറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫാത്തിമത്ത് കമരിയുടെ അംബിഷൻ എന്താണെന്നറിയോ? ടീച്ചർ ആവുന്നതാണ് പുള്ളിക്കാരിയുടെ ആഗ്രഹം. ആൻഡ് പിന്നെന്താ നന്നായിട്ട് മിസ്സ് പറയുന്നതിനേക്കാളും നന്നായിട്ട്, മിസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ടാണ് പോർഷൻസ് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അല്ലേ? നല്ല രസമുണ്ടായിരുന്നു ഫാത്തിമത്ത് കമരിയ മിസ് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നുകൂടെ മിസ് എടുത്ത് പറയാണ് കേട്ടോ. വായിക്കുന്നതും പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ടീച്ചറായി മാറട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അദ്നാൻ, റെഹാൻ എല്ലാവർക്കും സുഖമല്ലേ? ഇനിയും കുറേ പേരുണ്ട്. ഓക്കെ മിസ് ഓരോ ദിവസം ഓരോരുത്തരുടെ പേരൊക്കെ വിളിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നോണം. മിസ് എന്താ ചോദിക്കുകയെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചില്ലേ? ലഞ്ചൊക്കെ കഴിച്ച് നല്ല റെഡി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണ് ആണോ? ആണ്. എല്ലാവരുടെയും ഫേസ് കാണുമ്പോൾ അറിയാം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുവാണ് അല്ലേ? ഓക്കെ, ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ ആക്ടിവിറ്റി അല്ലേ? അതാണ് ചെയ്യേണ്ടത് അല്ലേ? മിസ് ഇങ്ങനെ സംസാരിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എന്ത് രസമായിരിക്കും ആക്ടിവിറ്റി നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, മിസ്സിന് അയച്ചു തരുമ്പോൾ, മിസ് അത് കാണുമ്പോൾ, മിസ് അതിന് റിപ്ലൈ തരുമ്പോൾ അല്ലേ? എന്തൊരു സന്തോഷം. അപ്പം നമുക്കെന്നാൽ ആക്ടിവിറ്റി നോക്കിയാലോ? യു ഹാവ് ഡൺ 3 ആക്ടിവിറ്റീസ്. 3 ആക്ടിവിറ്റീസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ട്. ഓക്കെ, ബൈ ദ വേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? വാട്ട് ഈസ് അവർ ചാപ്റ്റേഴ്സ് നെയിം? വാട്ട് ഈസ് അവർ യൂണിറ്റ്സ് നെയിം? ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഓക്കെ, യു റിമെമ്പർ. വെരി ഗുഡ്. സോ our next activity is on page number 4. പേജ് നമ്പർ 4ലാണ് നമ്മുടെ ആക്ടിവിറ്റി കിടക്കുന്നത്. എന്താണെന്നറിയോ? ലെറ്റ്സ് റൈറ്റ് ആണ്. അതിന് മുമ്പ് ഒരു സോങ് കിടപ്പുണ്ട്, അത് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് ആയിട്ട് ലെറ്റ്സ് റൈറ്റ്, നമുക്ക് എഴുതാം. ലെറ്റ്സ് റൈറ്റ്. അതിൽ കൊടുത്തേക്കുന്ന എന്താണെന്നറിയോ? ഒരു ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസിന് അറിയാവോ? ഒരു ആനിമലാണ്. മിസ് ഇതിൽ പിക്ക് കാണിക്കത്. ഇതാണ് ആര്? ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ദേ കണ്ട? ഹിപ്പോപ്പൊട്ടാമസ് എന്നുള്ള വേർഡ്, ഒരു വേർഡിൽ നിന്ന് നമുക്ക് എന്തോരം വേർഡ്സ് വേറെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക് യൂസിങ് ലെറ്റേഴ്സ് ഫ്രം ദ വേർഡ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് എന്താണെന്നറിയോ? ഹിപ്പോപ്പൊട്ടാമസ് എന്നാണ് ആ വേർഡ്. ആ വേർഡിൽ നിന്ന് നമുക്ക് വേറെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക്? അപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഹിപ്പോപ്പൊട്ടാമസിൽ. ഹിപ്പോപ്പൊട്ട്, അതിൽ പൊട്ട്, POT, പോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒത്തിരി വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ നോക്കിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഒരെണ്ണം ഓൾറെഡി പറഞ്ഞല്ലേ, പോട്ടാണ്, പോട്ട്. പിന്നെ വേറെ കുറേ വേർഡ്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ലെറ്റ്സ് റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ. അത് നോക്കി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആരും വിഷമിക്കണ്ട. Then the next activity, circle what you can carry in your school bag. Now write the names of your things in the box below. ഒരു വലിയൊരു ബാഗിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കും. നമ്മൾ സ്കൂളിൽ കൊണ്ടുവരുന്ന നമ്മുടെ ബാഗില്ലേ, സ്കൂൾ ബാഗ്. സ്കൂൾ ബാഗിൻ്റെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് അതിന് ചുറ്റും കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. എന്തൊക്കെയാണെന്നറിയോ? റൂളർ ഉണ്ട്. റൂളർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിലാണ്. ഷാർപ്പനർ എന്താ? കട്ടറല്ലേ? കട്ടർ. നമ്മൾ അതിനാണ് എന്ത് പറയാ? അതിൻ്റെ കറക്റ്റ് എന്താ നമ്മൾ പറയാം? ഷാർപ്പനർ എന്നാ പറയാം. പിന്നെ പെന്നുണ്ട്, പേന. ഇറേസർ എന്താ? റബ്ബർ. പിന്നെ വാട്ടർ ബോട്ടിലുണ്ട്. ഐസ്ക്രീം കോൺ, ബുക്സ്, ടോയ്, പെബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞി കല്ലുകളില്ലേ, അതാണ് പെബിൾസ് എന്ന് പറയാം. പിന്നെ പെൻസിൽ, ടിഫിൻ, സ്പെക്ടക്കിൾസ് എന്താ? കണ്ണാടി. അതാണ് എന്ത്? സ്പെക്ടക്കിൾസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എവിടെ വെച്ചിരിക്കുമെന്നറിയാമോ? ഈ ബാഗിന് ചുറ്റും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുവാണേ. എന്നിട്ട് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സർക്കിൾ
വാട്ട് യു ക്യാൻ ക്യാരി ഇൻ യുവർ സ്കൂൾ ബാഗ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കൂളിലെ ബാഗിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കും. സ്കൂളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെബിൾസ് കൊണ്ടുപോകാൻ പറ്റുമോ? പെബിൾസ് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പറക്കി സ്കൂളിൽ ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പെൻസിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ക്യാൻ വി ക്യാരി പെൻസിൽ ഇൻ അവർ സ്കൂൾ ബാഗ്? യെസ് വി ക്യാൻ. നമുക്ക് പെൻസിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും എന്നല്ല, വി ഹാവ് ടു ക്യാരി ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? അത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതേപോലെ എന്താണ് പിന്നെന്താ ഉള്ളത്? ഐസ്ക്രീം കോണും കൊണ്ട് നമ്മൾ സ്കൂളിൽ പോവോ? ഓക്കെ, അപ്പം അതറിയാം അല്ലേ എല്ലാവർക്കും. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രം, സ്കൂൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രം സർക്കിൾ ചെയ്യുക, റൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കൊണ്ടുപോയ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ റൗണ്ട് ചെയ്ത സാധനങ്ങളുടെ പേര് എവിടെ എഴുതണം? 1 2 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതണം. ടെക്സ്റ്റ് ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ സ്കൂൾ ബാഗിൽ വെക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ അയക്കുമ്പോൾ അതിൽ നിന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവരെ കൊണ്ട് 1 2 3 നമ്പർ ഇടിപ്പിച്ച് സ്കൂൾ ബാഗിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി. പിന്നെ നമുക്കൊരു നല്ലൊരു സോങ് കിടപ്പുണ്ട്. ആ സോങ് കൂടെ പാടി നമുക്കങ്ങ് നിർത്തിയേക്കാം. ഓക്കെ, നല്ലൊരു സോങ്ങാണ്. ലെറ്റ്സ് ലിസൺ ആൻഡ് സിങ്. ആദ്യം നിങ്ങൾ ലിസൺ ചെയ്യുക, ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സിങ്. ലെറ്റ്സ് സിങ്. നമുക്ക് പാടാം. ഓക്കെ, മിസ് പാടുമ്പോൾ നിങ്ങൾ കേൾക്കണം, എന്നിട്ട് നിങ്ങൾ പാടുമ്പോൾ മിസ് കേൾക്കാം. ഓക്കെ. ബ്രഷ് 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 യുവർ ടീത്ത്, ബ്രഷ് ദം എവറി ഡേ. ഫാദർ മദർ ബ്രദർ സിസ്റ്റർ, ബ്രഷ് ദം എവറി ഡേ. Comb your hair, comb it every day. Father, mother, brother, sister, comb it every day. Wash your face, wash it every day. Father, mother, brother, sister, wash it every day. ഓക്കെ, നല്ലൊരു സോങ് ആണ്. എന്താ? ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്ക് പല്ല് തേക്ക് അല്ലേ? പല്ല് തേക്ക്. ബ്രഷ് ദം എവറി ഡേ. എല്ലാ ദിവസവും തേക്കണം. പിന്നെ എല്ലാവരും ആരൊക്കെ തേക്കും? ഫാദർ മദർ ബ്രദർ സിസ്റ്റർ എല്ലാവരും എന്ത് ചെയ്യും? ബ്രഷ് ദം എവറി ഡേ. എല്ലാവരും എല്ലാ ദിവസവും ബ്രഷ് ചെയ്യും. അതേപോലെ കോംബ് യുവർ ഹെയർ. ഇനി എന്ത് ചെയ്യാനാ? മുടി ചീകാൻ. കോംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ചീകുക. ഹെയർ മുടി ചെയ്യുക. എന്താണ്? കോംബ് യുവർ ഹെയർ, കോംബ് ഇറ്റ് എവറി ഡേ. എല്ലാ ദിവസവും മുടി ചെയ്യുക. ഫാദർ മദർ ബ്രദർ സിസ്റ്റർ കോംബ് ഇറ്റ് എവറി ഡേ. ഇവരെല്ലാവരും എന്ത് ചെയ്യും? എല്ലാ ദിവസവും മുടി ചെയ്യും. വാഷ് യുവർ ഫേസ്, വാഷ് ഇറ്റ് എവറി ഡേ. ഇനി എന്ത് ചെയ്യാൻ? എല്ലാ ദിവസവും വാഷ് യുവർ ഫേസ്, നിങ്ങളുടെ മുഖം കഴുകുക, വാഷ് ചെയ്യുക. ഫാദർ മദർ ബ്രദർ സിസ്റ്റർ വാഷ് ഇറ്റ് എവറി ഡേ. ഓക്കെ, നല്ല പോയം അല്ലേ? മിസ് പാടിയപ്പോഴത്തേക്കും കുറച്ച് കുളമായി പോയിട്ടുണ്ടാവും. സോറി ഫോർ ദാറ്റ്. ഓക്കെ, മിസ്സിന് പാടാനൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് നല്ല ട്യൂണിൽ മിസ്സിന് നമ്മൾ ഫസ്റ്റ് പഠിച്ച പോയം തന്നെ നന്നായിട്ടൊക്കെ പാടി ട്യൂണിലൊക്കെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയം ഉണ്ടല്ലോ, ഈ ബ്രഷ് യുവർ ടീത്ത് അതെന്നുള്ളത് മിസ്സിൻ്റെ ട്യൂണല്ല. മിസ്സിൻ്റെ ട്യൂൺ അത്ര ട്യൂണൊന്നും ഇല്ലെന്ന് തോന്നണല്ലേ? നിങ്ങൾ നല്ല ട്യൂണിൽ പാടി മിസ്സിന് അയച്ചു തരണം. ഓക്കെ, അത്രയും മതിയില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ആക്ടിവിറ്റീസൊക്കെ കിട്ടി എല്ലാവർക്കും സന്തോഷമായല്ലേ? താങ്ക് യു.